രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ കരുതുന്നവൻ, എന്നെ കാരുന്നവൻ, യേശുവല്ലാതാരുമില്ലല്ലോ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. അബ്രഹാമിൻ്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണി മാറ്റും. ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. Greetings in the holy name of the triune God. ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവനാമത്തിലെ നന്ദി പറയുന്നു. 21st നവംബർ സൺഡേ ഈവനിങ്ങിലെ ഫെലോഷിപ്പ് ഓഫ് ദ ലീസ്റ്റ് കോയിൻ സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം 4-5 സഹോദരിമാരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. അന്നേരം അതൊക്കെ മനസ്സിലായി, പക്ഷേ ചിലതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ പ്രെയർ റിക്വസ്റ്റ് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. അതുകൊണ്ട് ആ മെസ്സേജ് വെനസ്ഡേ മെഡിറ്റേഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ നന്നായിട്ടൊന്ന് കേൾക്കാനും ആ സബ്ജക്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പലരെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്ന് ആ മെസ്സേജ് ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. നവംബർ മാസം നമ്മൾ ഓർത്താൽ ഒത്തിരി ഓർമ്മകളും സെലിബ്രേഷൻസും ഒക്കെ ഉള്ള മാസമാണ്. തുടങ്ങുന്നത് ഓൾ സെയിൻസ് ഡേ, ഓൾ സോൾസ് ഡേ, വേൾഡ് സൺഡേ സ്കൂൾ ഡേ, ചിൽഡ്രൻസ് ഡേ, ഗേൾ ചൈൽഡ്സ് ഡേ, ഫെലോഷിപ്പ് ഓഫ് ദി ലീസ്റ്റ് കോയിൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നവംബറിൽ ഉണ്ട്. താങ്ക്സ് ഗിവിങ് സൺഡേ, എല്ലാത്തിലും താങ്ക്സ് ഗിവിങ് ഡേ. അമേരിക്കയിലൊക്കെ 24th
ഡിസംബർ മുതൽ താങ്ക്സ് ഗിവിംഗ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അവർ തന്നിരുന്ന ഒരു ആപ്തവാക്യം ലാമെന്റേഷൻസ് 5:21, വിലാപഗീതങ്ങൾ 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. Restore us to yourself, O Lord, that we may return. Renew our days as of old. നാം ഒരു പാൻഡമിക്കിന്റെ മധ്യത്തിലായിരുന്നല്ലോ. Still we are fighting COVID-19 and its different variants. പല വൈറസസ്, സൈക്ലോണ്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, നാശനഷ്ടങ്ങള്, മരണങ്ങള്, വേർപാടുകള്, ഇതൊക്കെ നിമിത്തം നാം കഷ്ടത്തിലും നെടുവീർപ്പിലുമൊക്കെ ആണെന്നുള്ളതിന് സംശയമില്ലല്ലോ. ജർമ്മനിയിൽ ഈ ദിവസങ്ങളിലുള്ള ന്യൂസിൽ ജർമ്മനിയിൽ ഒരുപാട് കേസായി. അതുകൊണ്ട് അവർ ലോക്ക്ഡൗണ് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ബോത്സ്വാനയിലും ആഫ്രിക്കയിലെ മറ്റ് ചില പ്രദേശങ്ങളിലും ഒമിക്രോൺ എന്ന ഒരു പുതിയ വേരിയന്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഒക്കെ എയർപോർട്ടുകളിലെ പുതിയ റെഗുലേഷൻസ് തുടങ്ങി ഫോറിൻ ട്രാവലേഴ്സിനെ വളരെ കർക്കശമായി ടെസ്റ്റ് ചെയ്തിട്ട് വേണം വിടാനെന്നൊക്കെയുള്ള നിയമങ്ങൾ പാസ്സായി. കാരണം ഇത്രയും ഒക്കെ കഴിഞ്ഞിനി ഒരു വലിയ വേരിയന്റിനെ കൂടെ സഹിക്കാനുള്ള പ്രയാസം കൊണ്ട്, അത് മാനേജ് ചെയ്യാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കണിശമായിട്ടും ഒരു പ്രവാസ കാലത്തിലാണെന്ന് നമുക്കറിയാം. പ്രവാസ കാലത്തിലാണ് ഇത് എഴുതിയത്. അതുപോലെ നാമും ഇന്നൊരു വിധത്തിൽ പ്രവാസത്തിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ഒരു മനസ്സോടെ പറയാം, കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഫെലോഷിപ്പ് ഓഫ് ദ ലീസ്റ്റ് കോയിനെ നമുക്ക് ചിന്തിക്കാം. Fellowship of the Least Coin is a global ecumenical prayer movement for justice, peace and reconciliation. അതൊരൊറ്റ സെന്റൻസിൽ പറയുന്ന ഒരു ഡെഫിനിഷനാണ്. എന്നാൽ let us look for a detailed definition of the Fellowship of the Least Coin. It's a worldwide ecumenical movement of prayer for peace and reconciliation. Christian women around the world meet and pray with each other. Through this, they are reminded to live a forgiving life with others. Least coins are given with each prayer, yet the moment is focused on prayer and reconciliation rather than collecting money. Anyone who joins the Fellowship of the Least Coin makes a commitment to spend time in prayer whenever she has a strained relationship with another person, and to uphold in prayer those who are victims of jealousy, hatred, violence and injustice. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും പ്രസ്ബിറ്റേറിയൻ വിഭാഗത്തിലുള്ള സ്ത്രീകൾ നയിച്ച ഇന്റർനാഷണൽ മിഷൻ ടീം ഏഷ്യയിലെ ഉടനീളം സഞ്ചരിച്ച് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലുള്ള അനീതി അല്ലെങ്കിൽ മനുഷ്യര്, സ്ത്രീകൾ പ്രത്യേകിച്ച് സഹിച്ച ആ അനീതിയൊക്കെ കണ്ട് മനസ്സിലാക്കുവാനും ആ സ്ത്രീകളോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനമെടുത്താണ് ആ ടീം പോയത്. ആ ടീം അവിടെയുള്ള ആളുകൾ സഹിച്ച കഷ്ടപ്പാടുകളും കഠിന വേദനയും ഒക്കെ അതിൻ്റെയൊക്കെ ആ കഥകളൊക്കെ പറഞ്ഞു കേട്ട് മനസ്സിലാക്കി ആ 7 മെമ്പർ ടീമിലെ ഒരു മെമ്പറായിരുന്നു ഇന്ത്യക്കാരത്തി ശാന്തി സോളമൻ. ശാന്തിയും ടീമും ജപ്പാനിൽ എത്തിയപ്പോൾ 3 വനിതകൾ അവരെ എയർപോർട്ടിൽ സ്വീകരിച്ചു. ശാന്തിയെയും
വേറെ രണ്ടുപേരെയും ഗാർലൻഡ് അണിയിച്ച് അവർ സ്വീകരിച്ചു. എന്നാൽ 4 അമേരിക്കൻ ലേഡീസിനെ അവർ ഗാർലൻഡ് അണിയിച്ചില്ല. ഞങ്ങളെ ജനറൽ മാക്കാർത്തർ ഒത്തിരി കഷ്ടപ്പെടുത്തി. ഞങ്ങൾക്ക് അമേരിക്കൻസിനെ അങ്ങനെ അങ്ങ് ഗാർലൻഡ് ഇട്ട് വെൽക്കം ചെയ്യാൻ ചെയ്യുന്നില്ല എന്നവർ പറഞ്ഞു. ആ യാത്രയിൽ ജപ്പാൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നത് അവർ കണ്ടു. ഹിരോഷിമയിൽ അമേരിക്കൻ ആർമി ആറ്റം ബോംബിട്ടു. അതിൽ 80,000 ആളുകളെ ഓൺ ദ സ്പോട്ട് മരിച്ചു. എന്നാൽ അതിൻ്റെ ശേഷവും റേഡിയേഷൻ എക്സ്പോസർ നിമിത്തം ഒത്തിരി ആളുകൾ, അനേകം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. പല കുഞ്ഞുങ്ങളും അംഗവൈകല്യമുള്ളവരായിട്ട് ചില വർഷങ്ങളോളം അത് അങ്ങനെ അവിടെ ബർത്ത് ഒക്കെ വളരെ കൺട്രോളിൽ ആക്കേണ്ടി വന്നു. ജപ്പാനിൽ നിന്ന് മിഷൻ ടീം ഫിലിപ്പൈൻസിൽ പോയി. അവിടെ ജപ്പാൻകാർ നശിപ്പിച്ചു കളഞ്ഞ അവരുടെ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഇവർ പോയത് ഒരു വലിയ മാർക്കറ്റ് പ്ലേസിൽ വെച്ചാണ് അവർ ഒത്തിരി ആളുകളെ കാണുന്നത്. അവിടെ അവർ കാണുന്നത് അവിടുത്തെ സ്ത്രീകള് തങ്ങളുടെ ആഭരണങ്ങൾ വിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ അവര് പറഞ്ഞത്, ഈ ആഭരണങ്ങളെക്കാൾ ഞങ്ങൾക്ക് ആവശ്യം ആരാധനാലയമാണ്. അതുകൊണ്ട് ജപ്പാൻകാർ തകർത്ത് കളഞ്ഞ ആരാധനാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായിട്ട് ഞങ്ങളുടെ ആഭരണങ്ങളൊക്കെ വിൽക്കുകയാണ് അതുകൊണ്ട് എന്ന് അവര് പറഞ്ഞു. അപ്പം അതെല്ലാം കണ്ടിട്ട് ആ ജപ്പാനില് ഉള്ള ആളുകളോട് ശാന്തി ഇങ്ങനെ ഒന്ന് ചോദിച്ചു, ആട്ടെ, ഒരു അനുരഞ്ജനത്തിനായി റിക്കൺസിലിയേഷൻ മിഷന് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്ന്. അപ്പോൾ അവരുടെ ഉത്തരം എന്താണെന്നറിയാമോ? ഒരിക്കലും ഞങ്ങൾ ജപ്പാൻകാരെ സ്വീകരിക്കത്തില്ല, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം അവരെ സ്വീകരിക്കത്തില്ല എന്നാണ് അവിടുത്തെ സ്ത്രീകളുടെ മറുപടി. ആ വിദ്വേഷത്തിന്റെ ആഴം ഒന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെ ഫിലിപ്പീൻസിൽ നിന്നും ആ ടീം സൗത്ത് കൊറിയയിലേക്കാണ് പോയത്. അപ്പം സൗത്ത് കൊറിയയിലേക്ക് പോകാൻ എല്ലാവർക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആ കാലത്ത് ഇന്ത്യയും സൗത്ത് കൊറിയയുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. അതിന്റെ കാരണം യുണൈറ്റഡ് നേഷൻസ് അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു, സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള അതിർത്തി തർക്കം സെറ്റിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. നെഹ്റു അത് സെറ്റിൽ ചെയ്തു. എന്നാൽ രാജ്യം വിഭജിക്കുന്നതിന് സൗത്ത് കൊറിയക്കാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവർക്ക് വളരെ അത് പ്രയാസമായി പോയി. അതുകൊണ്ട് അത് നിമിത്തം അവർക്ക് ഇന്ത്യൻസിനോട് അങ്ങ് വെറുപ്പായി. ഒരു ഇന്ത്യൻ സിറ്റിസനായിരുന്ന ശാന്തി സോളമന്റെ വിസ ആപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞു. ബാക്കി 6 പേർക്കും കൊടുത്തു, പക്ഷേ ശാന്തിക്ക് മാത്രം കൊടുത്തില്ല. ജപ്പാൻ അമേരിക്കൻസിനെ വെൽക്കം ചെയ്തില്ല. ഫിലിപ്പീൻസ് ജപ്പാൻകാരെ വെൽക്കം ചെയ്തില്ല. കൊറിയൻസ് ഇന്ത്യക്കാരെ വെൽക്കം ചെയ്തില്ല. കൊറിയയിലേക്ക് പോയ 6 മെമ്പേഴ്സ് തിരിച്ച് ഫിലിപ്പീൻസിൽ എത്തുവോളം ശാന്തിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശാന്തി രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും നീതിക്കും അനുരഞ്ജനത്തിനുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് അത് പോരാ, എന്നാൽ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വനിതകൾക്ക് ഈ സ്വപ്നം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് അവൾക്ക് ബോധ്യമായി. ടൂർ കഴിഞ്ഞെത്തിയപ്പോൾ ശാന്തി തൻ്റെ വിഷൻ എല്ലാവരോടും ഷെയർ ചെയ്തു. അന്ന് ആ ടീം ഒരു പ്രതിജ്ഞ ചെയ്തു, തങ്ങളോട് ആരെങ്കിലും ദ്രോഹം ചെയ്യുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമെന്ന്. അതായത് അവരോട് ക്ഷമിക്കാനുള്ള കൃപ തങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ട് എന്ന്, അതിനുള്ള ശക്തിയും കൃപയും ലഭിക്കുന്നതിനായിട്ട് അത് ലോകമെങ്ങും ഈ സമാധാനവും നീതിയും അനുരഞ്ജനവും പടരണമെന്നും അവര് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞത് ഒരു കാര്യം ഓർക്കുമല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിരിക്കാനാ കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഭവനത്തിനും സഭയ്ക്കും മാത്രമല്ല, ലോകത്തിന് വെളിച്ചമായി പ്രകാശിക്കാനാണ് കർത്താവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പം തങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും സാക്ഷ്യമായി
അവരവരുടെ രാജ്യത്തെ ഏറ്റവും ചെറിയ കോയിൻ, ചെറിയ നാണയം മാറ്റിവെക്കാൻ അവർ തീരുമാനിച്ചു. അതായത് അന്ന് ഇന്ത്യയിലെ ഒക്കെ പറഞ്ഞാൽ 1956 നമുക്ക് ഒരു നയാ പൈസ, ഒരു ചെമ്പ് കോപ്പർ കോയിൻ, ചെറിയൊരു കോയിൻ ഉണ്ടായിരുന്നു. അതായിരുന്നു അന്ന് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് കോയിന്. അപ്പൊ ആ ഒരു ലീസ്റ്റ് കോയിൻ മാത്രം മാറ്റി വെച്ചാല് മതിയായിരുന്നു. ഇവരെന്തുകൊണ്ടാണ് ഈ ലീസ്റ്റ് കോയിൻ മാറ്റി വെക്കാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചാല്, ഇക്കണോമിക് ബാരിയേഴ്സ് ഇല്ലാതെ ഏതവസ്ഥയിലുള്ളവർക്കും ഏറ്റവും ചെറിയ ഒരു കോയിന് മാറ്റി വെക്കാമല്ലോ അതാത് രാജ്യത്തെ എന്ന ചിന്തയിലാണ്. അതോടെ ഈ സമാധാന പ്രാർത്ഥനയ്ക്ക് പങ്കാളികളാകാനും അവർക്ക് സാധിക്കും. അതായത് അവരുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നിമിത്തം അവർക്കത് സാധിച്ചില്ല എന്ന് വരത്തില്ലല്ലോ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത്, അതെ, ശ്രീഭണ്ഡാരത്തിലെ കാഴ്ചയിട്ട ഒരു വിധവയെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാവരെക്കാളിലും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞത്. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ ചെറിയ ഒരിതായിട്ടത്, എന്നാൽ ഇവളോ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. നമുക്ക് ഓർക്കാം ആ ലീസ്റ്റ് കോയിന്റെ ഇമ്പോർട്ടൻസ്. ഇന്ത്യക്കാരിയായ ശാന്തി സോളമന്റെ സെപ്റ്റംബർ 1956 ടൂറിന്റെ അനുഭവത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഫെലോഷിപ്പ് ഓഫ് ദ ലീസ്റ്റ് കോയിൻ. She was a part of Pacific Mission team of 7 women from different countries that traveled in Asian countries after the World War II. This tour was organized by Dr. Margaret Shannon of the National Office of the Presbyterian Women in the United States. Shanti Solomon had to wait in Philippines as she was not able to get a visa to South Korea. While she was in Philippines, she reflected on the experience of her travel in the war-torn countries of Asia and the national and economic barriers that kept women apart. On return of the team, she suggested that prayer could transcend every national boundary. The Fellowship of the Least Coin is her dream come true. Every time a woman prayed, she was to set aside a least coin of her currency. Thus, the women demonstrated their unity in Christian faith regardless of their economic circumstances. They all accepted it as a way to express their solidarity with suffering humanity and with women of every nation. Fellowship of Least Coin and World Day of Prayer are sister organizations. Today, Fellowship of Least Coin is a global ecumenical movement of prayer for peace, justice, and reconciliation. With the prayers and the least coin flowing to projects around the world that advocate for women and girls, support general gender equality, and uphold human dignity. Fellowship of Least Coin is functioning in partnership with the Women's Interchurch Council of Canada. നാഗാലാൻഡിലെ ഫെലോഷിപ്പ് ഓഫ് ലീസ്റ്റ് കോയിന് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. ലീസ്റ്റ് കോയിൻ അങ്ങനെ കളക്ട് ചെയ്തത് അവര് യൂസ് ചെയ്ത് ഒരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനായിട്ട് അത് ഉപയോഗിച്ചു. കാവിക്കാളി സീമോ എന്ന പെൺകുട്ടി, അവളെ കഴിഞ്ഞ 2020 മാർച്ചിലോ ഏപ്രിലോ മറ്റോ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് ഈ ഫെലോഷിപ്പ് ഓഫ് ലീസ്റ്റ് കോയിന്റെ ആ ലീസ്റ്റ് കോയിൻ കളക്ട് ചെയ്തത് സ്കോളർഷിപ്പ് കൊടുത്ത് അവളെ പഠിപ്പിച്ചതാണ്. എത്ര നല്ല ഒരു കാര്യമാണെന്ന് ഓർത്ത് നോക്കി. ടുഡേ ഷീ ഈസ് പ്രൊമോട്ടിംഗ്
FLC in a grand way in നാഗാലാൻഡ്. നാഗാലാൻഡിൽ ഇപ്പം ഭയങ്കര ഇതായിട്ട് ഈ ഫെലോഷിപ്പ് ഓഫ് ദ ലീസ്കോയിൻ്റെ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സ്പെഷ്യൽ പ്രെയർ റിക്വസ്റ്റ് ഫോർ 21-22, അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള സ്പെഷ്യൽ പ്രെയർ പോയിന്റ്സ് കനേഡിയൻ ചാപ്റ്ററിൽ അവർ കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. 4 കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടേതായിട്ട് നമുക്ക് ചില കാര്യങ്ങളൂടെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, number 1, pray for the people of Myanmar that they will stand strong and determined to gain and live their lives in dignity. ഒന്നാമത്തേത്. രണ്ടാമത്, for the Caribbean people for God's comfort and care after the volcano eruptions. 3, for the flood affected people of all over the world. 4, for the community kitchens in Philippines to continue to thrive and inspire others towards kindness and self-reliance. നമുക്ക് നമ്മുടേതായിട്ട് ചില പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാം ആ പ്രെയറിൻ്റെ കൂടെ. 5, അതായത് നമ്പർ 4 അവരുടെ കഴിഞ്ഞു. നമ്മൾ 5th പോയിന്റായിട്ട് ആഡ് ചെയ്യുന്നത് പ്രേ ഫോർ ദ പീപ്പിൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ ടു ലീഡ് ഫ്രീ ആൻഡ് ഫിയർലെസ് ലൈഫ്സ് വിത്ത് ഡിഗ്നിറ്റി. 6, for the atrocities afflicted on girls and women, that people may find freedom in Christ and be delivered from these perversions. The last point, we would like to pray for settling the border dispute amicably without erupting into a war. നമുക്കറിയാമല്ലോ, നമ്മുടെ ബോർഡേഴ്സിൽ, പ്രത്യേകിച്ച് ചൈന ബോർഡറിലൊക്കെ വലിയ എസ്കലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊക്കെ ഒന്ന് അമിക്കബിളി സെറ്റിൽ ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലെ അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, ഒന്നുകൂടെ അതൊന്ന് ഓർത്തു നോക്കിയേ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതുപോലെ തന്നെ 1 തെസലോനിയൻസിലെ ഒരു കൊടുത്തിരിക്കുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. 1 Thessalonians 5:16. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഈ നന്മയെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച്, ദീർഘക്ഷമയെക്കുറിച്ച് ഓർക്കുമ്പോഴേ നമുക്ക് പ്രത്യേകം ഓർക്കുന്ന ഒരാളാണ് ജോസഫ്. ജോസഫിനെ ഒന്ന് ഓർത്തു നോക്കിയാൽ സ്വന്തം സഹോദരങ്ങളെ പൊട്ടക്കിണറ്റിലിട്ട് പിന്നെടുത്ത് അടിമയായിട്ട് വിറ്റു, പൊത്തിപ്പേറിൻ്റെ ഭാര്യ അന്യായമൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ ഇതാകി, അങ്ങനെ എല്ലാം ചെയ്തു. എന്നിട്ടും 13 വർഷത്തിലധികം ജയിലിൽ കിടന്നു. അവസാനം ഫറവോ രാജാവിൻ്റെ പ്രൈം മിനിസ്റ്ററായ സമയത്ത് കണിശമായിട്ടും പ്രതികാരം ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെങ്കിൽ ഒരു പ്രതികാര മനോഭാവമില്ലാതെ എല്ലാവരോടും ക്ഷമിക്കുന്ന ആ യേശുക്രിസ്തുവിൻ്റെ മാതൃക ആണ് നമ്മളവിടെ കാണുന്നത്. നമ്മെ വേദനിപ്പിക്കുന്നവരോടും ഉപദ്രവിക്കുന്നവരോടും മനഃപൂർവ്വമായി ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുമോ നമുക്ക്? അതാണ് ഫെലോഷിപ്പ് ഓഫ് ലീസ്റ്റ് കോയിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മീനിങ്. നാം
ചെറുനാണയം മാറ്റിവെച്ചില്ലെങ്കിലും കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ പാലം പണിയാം. ദീർഘക്ഷമയും സമാധാനവും ആചരിക്കാം. പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മയുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ വല്ലാത്ത ഒരു കാലത്തിലെ വല്ലാത്ത ചുറ്റുപാടിലെ ഞങ്ങൾ കർത്താവെ ആഗമന കാലത്തേക്ക് അഡ്വന്റ് സീസണിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്കായിട്ട് സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്ന കർത്താവിനെ ഓർക്കുവാനും ആരാധിക്കുവാനും അങ്ങേ നമസ്കരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് എപ്പോഴും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ യോഗ്യതയില്ലാത്തവരാ, എന്നാൽ അവിടുത്തെ ചങ്കിലെ ചോരയാല് ഞങ്ങളെ വീണ്ടും കഴുകുകയും ശുദ്ധീകരിക്കുകയും അവിടുത്തെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ പൂർണ്ണമായി കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങൾക്കിടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീനരും ക്ഷീണിതരുമായിട്ടുള്ളവരെ, സീനിയർ സിറ്റിസൺസെ ഒക്കെ പ്രത്യേകം ഓർക്കുന്നു. പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നവരെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയിലെ പ്രയാസമുള്ളവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. രോഗികളെയും ദുഃഖിതരെയും നിരാശരെയും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, ബന്ധുക്കളെ ഒക്കെ ദൂരദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ, കേരളത്തിലായിരിക്കുന്നവരെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. കേരളത്തോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണം കർത്താവെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ തിരിച്ചു വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വിശുദ്ധ നാമം മഹിമ എടുക്കട്ടെ. അടിയങ്ങളെ പൊടിയോളം താഴ്ത്തുന്നു. എല്ലാ മഹത്വവും തിരുമേനിക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം. രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.